Hi all, welcome to English Disha, your ultimate guide for PG entrance examination. Question Quest, understanding the exam dynamics. നമുക്ക് ക്ലാസ് തുടങ്ങാം അല്ലേ? ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഹീറ്റ് ആൻഡ് ഡസ്റ്റ് ഇസ് എ നോവൽ റിട്ടൺ ബൈ ഇ എം ഫോസ്റ്റർ, റൂത്ത് പ്രവർ ജബുവാല, അനിത ദേശായ്, പോൾ സ്കോട്ട്. ഇതിൽ ആരാണ് ഹീറ്റ് ആൻഡ് ഡസ്റ്റ് എഴുതിയത്? നോക്കാം. ആൻസർ വരുന്നത് റൂത്ത് പ്രവർ ജബുവാലാണ്. കേട്ടിട്ടുണ്ടോ ഈ നെയിം? കേൾക്കാൻ ചാൻസ് കുറവാണ്, എന്നാലും ആലോചിച്ച് വെക്കാം, കാരണം ബുക്ക് പ്രൈസ് ഒക്കെ കിട്ടിയ നോവലാണ്. ഇത് പബ്ലിഷ് ചെയ്തത് 1975. ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം, ഞാൻ കൊടുത്തത്. അതായത് ഏതാണ് നേഷൻ, റൈറ്ററിന്റെ നേഷൻ എന്ന് പറഞ്ഞാൽ നാഷണാലിറ്റി വരുന്നത് ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ നോവലിസ്റ്റ് ആണ്, അതുപോലെ തന്നെ സ്ക്രീൻ റൈറ്റർ ആണ്. ബുക്ക് പബ്ലിഷ് ചെയ്തത് 1975 സെയിം ഇയറിൽ തന്നെ ബുക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ദെൻ ഈ നോവലിന്റെ ഒരു മെയിൻ തീം എന്ന് പറഞ്ഞാൽ ഇറ്റ് ടെൽസ് എ സ്റ്റോറി ഓഫ് വിമൻ ലിവിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ജീവിക്കുന്ന രണ്ട് സ്ത്രീകളുടെ ഒരു കഥയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ബട്ട് ദെയർ ലീവ്സ് ആർ 50 years അപ്പാർട്ട്. 50 years ഗ്യാപ്പിൽ ജീവിച്ച രണ്ട് സ്ത്രീകളുടെ സ്റ്റോറിയാണ്. അതായത് ഒരാൾ കൊളോണിയൽ ഇന്ത്യയിലും, കൊളോണിയൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷേഴ്സ് റൂൾ ചെയ്ത ഇന്ത്യയിലും ജീവിക്കുമ്പോൾ ഉള്ള ഒരു സ്റ്റോറിയും, ഇനി 50 years കഴിഞ്ഞിട്ട് പോസ്റ്റ് കൊളോണിയൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ആ ഒലിവിയ എന്ന് പറഞ്ഞ ആളുടെ ഗ്രാൻഡ് ഡോട്ടറിന്റെ കഥയും. അപ്പം മെയിൻ ക്യാരക്ടർ വരുന്നത് ഒലിവിയാണ്. ഒലീവിയന്റെ സ്റ്റോറിയും ഒലീവിയന്റെ ഗ്രാൻഡ് ഡോട്ടറിന്റെ സ്റ്റോറിയാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഇത്രയൊക്കെയാണ് ഈ നോവലിനെ പറ്റി പറയാനുള്ളത്. ഇത് ഒക്കെ ഒന്ന് ഫുള്ള് വായിച്ചു നോക്കുക. ഇതിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പം എടുത്തു പറഞ്ഞത്. ഇതിൽ മെയിനായിട്ട് നമ്മൾ ആലോചിച്ച് വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബുക്കിൻ്റെ പബ്ലിഷ് ഡേറ്റ് ആണ്, അതുപോലെ തന്നെ ബുക്ക് പ്രൈസ് കിട്ടിയ ഡേറ്റ് അത് സെയിം ആണ്, 1975. അതുകൊണ്ട് ഓർത്ത് വെക്കാൻ കുറച്ച് ഈസിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇന്ത്യൻ പ്ലേ റൈറ്റ് ഇൻവെസ്റ്റ് ancient Indian myths and legends with contemporary meaning in his works? ആരാണ്? ഒരു ഇന്ത്യൻ പ്ലേ റൈറ്റ് ആണ്. ആള് ഇന്ത്യൻ മിത്തും ലെജൻസും, ഇന്ത്യൻ ലെജൻസ് ഒക്കെ അത് കോണ്ടംപററി വർക്ക്സിൽ അപ്ലൈ ചെയ്യുന്നു. കോണ്ടംപററി മീനിങ്സിൽ, ഇന്ന് നടക്കുന്ന സിറ്റുവേഷനിൽ ആ മിത്തും ആ ലെജൻഡറി ആയിട്ടുള്ള ആളുകളെയും മിക്സപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതാരാണ്? അപ്പം മിത്ത് എന്ന് കേട്ടാൽ തന്നെ നമുക്ക് നമ്മുടെ മൈൻഡിൽ വരേണ്ട നോവലിസ്റ്റാണ് ആര്? അല്ല, പ്ലേ റൈറ്റ് ആണേ. പ്ലേ റൈറ്റർ ആണ് ആര്? ഗിരീഷ് കർണാട്. ഗിരീഷ് കർണാട്. ഓക്കെ, അപ്പം ആൻസർ ഗിരീഷ് കർണാടാണ്. ബോൺ ഓൺ മെയ് 19th 1938. അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ യൂസ്ഡ് മിത്സ് ആൻഡ് ഫോക്ലോർ ആസ് എ ലെൻസ് ടു ഡിസ്കസ് മോഡേൺ ഡേ ഇഷ്യൂസ് ലൈക്ക് ഐഡന്റിറ്റി, പവർ, ജെൻഡർ, സൊസൈറ്റൽ സ്ട്രക്ചേഴ്സ്. അതായത് ഇന്നത്തെ പല ഇഷ്യൂസും ആള് വിവരിച്ചിട്ടുള്ളത് മിത്ത് യൂസ് ചെയ്തിട്ടാണ്. മിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ടത്തെ സ്റ്റോറീസ്, ട്രഡിഷൻസ്, അതുപോലെ തന്നെ സൂപ്പർസ്റ്റിഷൻസ്, അന്ധവിശ്വാസങ്ങൾ, അതുപോലെ തന്നെ പണ്ടത്തെ ഓരോ സ്റ്റോറികൾ ഉണ്ടല്ലോ. പണ്ടത്തെ ഒരു ചില ആൾക്കാർ വിശ്വസിക്കും ഇപ്പോഴും, ചില ആൾക്കാർ അത് വിശ്വസിക്കൂല. അങ്ങനത്തെ മിത്തുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആ കോണ്ടെക്സ്റ്റിൽ വെച്ചിട്ട് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. മേജർ വർക്ക്സ് എന്ന് പറഞ്ഞാൽ 1961 ഫസ്റ്റ് വർക്ക് വരുന്നത് യയാതി. യയാതി ഈ പറഞ്ഞ പോലെ പണ്ടത്തെ ഒരു സ്റ്റോറിയാണ്. ആള് പക്ഷേ കോണ്ടംപററി ഇഷ്യൂസ്, കോണ്ടംപററി കോണ്ടെക്സ്റ്റിൽ അത് യൂസ് ചെയ്തു. കിങ് യയാതി എക്സ്ചേഞ്ചസ് ഹിസ് ഓൾഡ് ഏജ് ഫോർ ഹിസ് സൺസ് യൂത്ത്. അതായത് കിങ് യയാതിക്ക് യൂത്ത് അതായത് യുവത്വം അങ്ങനെ നിലനിർത്തണം. അതുകൊണ്ട് തന്നെ അയാൾ അദ്ദേഹത്തിൻ്റെ മകനുമായിട്ട് ഈ ഇയർ എക്സ്ചേഞ്ച് ചെയ്യുക ചെയ്യുന്നത്. മകനോട് പറഞ്ഞ് നിന്റെ യൂത്ത് എനിക്ക് തരുമോ, അതുപോലെ തന്നെ മൂപ്പരെ ഓൾഡ് ഏജ് മകന് കൊടുത്തു. അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു സ്റ്റോറി. അതിൽ വേറെ കുറേ മീനിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊന്നും നമുക്ക് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു നേരമില്ല. ഇനിയും ക്വസ്റ്റ്യൻസ് വരും, യയാതിയായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പം നമ്മൾ നോവൽ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി അതിൽ വരുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ യയാതിയും പുരു. പുരു എന്ന് പറഞ്ഞാൽ യയാതിൻ്റെ സണ്ണ്. ഇനി 1964 തുഗ്ലക് എന്ന് പറഞ്ഞൊരു പ്ലേ എഴുതി.
Muhammad bin Tughlaq's idealistic rule collapses under the weight of his grand ambitions and harsh realities. തുഗ്ലക്കിന്റെ ഒരു റൂളിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി ക്യാരക്ടേഴ്സ് നോക്കാം. തുഗ്ലക്ക്, അസം, ബറാനി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് വരുന്നത്. ജസ്റ്റ് ഞാനൊരു 1 ലൈനിൽ എങ്ങനെ സമ്മറി ഒതുക്കാം അങ്ങനെ ഞാൻ ഇവിടെ കൊടുത്താണ്. ജസ്റ്റ് നിങ്ങൾ പബ്ലിഷ് ചെയ്ത ഡേറ്റ് ആലോചിച്ച് വെക്കുക. അതുപോലെ തന്നെ ഈ പ്ലേ ആര് എഴുതിയതാണ്, ഈ പ്ലേസിന്റെ ഒക്കെ ഒരു തീം എന്ന് പറഞ്ഞാൽ മിത്ത് യൂസ് ചെയ്യാന്നുള്ളതാണ്. മിത്ത് യൂസ് ചെയ്തു അദ്ദേഹം, അതായത് ഒരു കോണ്ടംപററി കോണ്ടെക്സ്റ്റിലേക്ക് മിത്ത് യൂസ് ചെയ്യുക. അതാണ് ഈ പ്ലേസിലൊക്കെ പിന്നെ ആള് ചെയ്തത്. അപ്പോൾ അടുത്ത പ്ലേ എന്ന് പറഞ്ഞാൽ ഹയവദന 1971. ഹയവദന, എ മാൻ വിത്ത് എ ഹോസ് ഹെഡ് ആയിട്ടുള്ള ഒരു മാൻ ഉണ്ട്. സീക്സ് ടു അണ്ടർസ്റ്റാൻഡ് ഐഡന്റിറ്റി ആൻഡ് ലവ് അമിസ് ഹിസ് കോംപ്ലിക്കേറ്റഡ് റിലേഷൻഷിപ്സ്. അങ്ങനെ ഇതിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഒക്കെ വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ പത്മിനി, ദേവദത്ത, കപില, ഈ 3 ഒരു ലവ് ട്രയാങ്കിൾ ആണ് അവിടെ വരുന്നത്. ഹയവദന ഡിഗ്രിക്ക് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഡിഗ്രിക്ക് ഉണ്ട് പഠിക്കാൻ ഹയവദന. അപ്പോൾ ക്യാരക്ടേഴ്സ് വരുന്നത് ഹയവദന, പത്മിനി, ദേവദത്ത, കപിൽ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് വേണമെങ്കിൽ ഇപ്പോൾ ദേവദത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെ തന്നു, ഇത് ഏത് പ്ലേയിലാണ് വന്നത് എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പം നമ്മൾ ഹയവദന. ഇതിലിപ്പോൾ നമ്മൾ ആലോചിച്ച് വെക്കേണ്ട ഡേറ്റും അതുപോലെ തന്നെ പ്ലാന്റ് നെയിം, ക്യാരക്ടേഴ്സിൻ്റെ നെയിം അത് ആലോചിച്ച് വെക്കുക. സമ്മറി നമുക്ക് പിന്നെ ഓരോ ക്വസ്റ്റ്യൻസ് വരുന്നേരം ഇതിലൊക്കെ ക്വസ്റ്റ്യൻസ് വരും, എന്തായാലും വരും, ഷുവർ ആണ്. കാരണം ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് നോവൽസ് ആണ്. അപ്പം നമ്മൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്ലേ 1988 നാഗമണ്ഡല. അതിൽ എന്താണ്, റാണി ഫൈൻഡ്സ് എംപവർമെന്റ് ആൻഡ് ലവ് ത്രൂ എ മാജിക്കൽ സ്നേക്ക്, ചലഞ്ചിങ് സൊസൈറ്റൽ നോംസ് ഇൻ ഹെർ ലവ്ലെസ് മാരേജ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വായിച്ച് മൈൻഡിൽ വെക്കുക. ഒരു സ്നേക്കിനൊക്കെ പറ്റിയിട്ടുള്ളൊരു, അതായത് റാണി എന്ന് പറഞ്ഞൊരു വുമന് സ്നേക്കിനോട് തോന്നുന്നൊരു എന്താണ് ഒരു ഫീലിങ്സ്, ഇമോഷൻസ് അങ്ങനെയൊക്കെ പറയാം. ഡിസ്കസ് ചെയ്യും നമ്മൾ, എന്തായാലും ഡീപ്പായിട്ട് എല്ലാം ഡിസ്കസ് ചെയ്യും. ഇനി ഇതിൽ വരുന്ന ക്യാരക്ടേഴ്സ് ആണ് റാണി, കപ്പണ്ണ, ദ സ്നേക്ക്. ഓക്കെ, അത് റിമെമ്പർ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, സത്യജിത് റായ്സ് അപ്പു ട്രിലഗി ഇസ് ബേസ്ഡ് ഓൺ ദ വർക്ക്സ് ഓഫ്. സത്യജിത് റായിൻ്റെ അപ്പു ട്രിലജി എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് ആരെ വർക്ക്സുമായിട്ട് ബേസ് ചെയ്തിട്ടാണ്? ആൻസർ നോക്കാം നമുക്ക്. ആൻസർ ഈസ് വിഭൂതിഭൂഷൺ ബന്ദ്യോപാധ്യായ്. ഇദ്ദേഹത്തിന്റെ വർക്ക്സ് ബേസ്ഡ് ആണ് എന്ത്, ആളുടെ അപ്പു ട്രിലജി വരുന്നത്. സത്യജിത് റായ്സ് അപ്പു ട്രിലജി ഈസ് ബേസ്ഡ് ഓൺ ദ വർക്ക്സ് ഓഫ് വിഭൂതിഭൂഷൺ ബന്ദ്യോപാധ്യായ്, സ്പെസിഫിക്കലി ഹിസ് നോവൽസ് പതേർ പാഞ്ചാലി 1929 ആൻഡ് അപരിചിതോ. ഈ നോവൽസ് ആണ് ഈ ആളുമായിട്ട് ബേസ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ അപ്പു ട്രിലഗിയിൽ ഏതൊക്കെ വർക്ക്സ് ആണ് വരുന്നത് നോക്കാം. പതേർ പാഞ്ചാലി 1955, അപരിചിതോ 1956, ദ വേൾഡ് ഓഫ് അപ്പു 1959. ഇതാണ് അപ്പു ട്രിലഗിയിൽ വരുന്ന 3 വർക്ക്സ്. ആലോചിച്ച് വെക്കാം, ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇദ്ദേഹത്തിന്റെ മേജർ വർക്ക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ മ്യൂസിക് റൂം 1958, ചാരുലത നമ്മളെല്ലാവരും കേട്ട വർക്കാണേ. ചാരുലത 1964, നായക്, ഗൂപ്പി ഗൈനെ ബാഗ ബൈനെ, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് 1969, ഡിസ്റ്റന്റ് തണ്ടർ, ദെൻ ദ ഹോളി മാൻ, ദ ഹോം ആൻഡ് ദ വേൾഡ്, അതായത് ഘരെ ബൈരെ. അത് ആ നെയിം കേട്ടിട്ടുണ്ടാവും എല്ലാവരും. അപ്പം ഇതൊക്കെയാണ് മേജർ വർക്ക്സ്. എല്ലാം ഒന്ന് മൈൻഡിൽ വെക്കുക, ആലോചിച്ച് വെക്കുക. ഇതെങ്ങനെയെങ്കിലും നിങ്ങൾ കോഡൊക്കെ വെച്ച് പഠിക്കുക. ഓക്കെ, കോഡ് വെച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റത്തെ എന്താണ്, ഇപ്പം മ്യൂസിക് ചാരുലതക്ക് ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ വെച്ചിട്ട് ഓരോ നെയിം വെച്ചിട്ട് ഇങ്ങനെ ഓരോ കോഡ് ഉണ്ടാക്കി പഠിക്കുക. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ നോവൽ റിട്ടൺ ബൈ ചേതൻ ഭഗത്? ഇതിൽ ഏതോ ഒരു നോവൽ ചേതൻ ഭഗത് എഴുതിയതല്ല, അതേതാണ് നോക്കാം നമുക്ക്. അതേതാന്ന് 5 Points Someone, One Indian Girl in a Free State, Revolution 2020. നിങ്ങൾക്ക് ഗസ് ചെയ്യുക ഏതായിരിക്കും നോക്കാം. നിങ്ങൾ ആൻസർ ശരിയാണോ അല്ലേ ഗസ് ചെയ്യുക. ഗസ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ആൻസർ വന്നത് ഇൻ എ ഫ്രീ സ്റ്റേറ്റ് ആണ്. ഇൻ എ ഫ്രീ സ്റ്റേറ്റ് ആര് എഴുതിയതാണ്? VS നൈപോൾ ആണ് എഴുതിയത്.
എ നൊബേൽ പ്രൈസ് വിന്നിങ് ഓഥറാണ്. ഓക്കെ, 2001 നൊബേൽ പ്രൈസ് നൈപോളിന് കിട്ടുന്നത്. ആ ഇയർ ആലോചിച്ച് വെക്കണം, 2001. ഇനി ബ്രിട്ടീഷ് റൈറ്റർ ഓഫ് ഇന്ത്യൻ ഡിസെന്റ്. ബ്രിട്ടീഷ് റൈറ്ററാണ്, പക്ഷെ ഇന്ത്യൻ ഡിസെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ ഡിസെന്റ് എന്ന് പറയുന്ന നേരം ആളുടെ ഗ്രാൻഡ് പേരൻസ് ഇന്ത്യയിലുള്ളതാണ്. ഓക്കെ, അപ്പം ഇന്ത്യൻ റൂട്ട്സ് ആണ് ആൾക്കുള്ളത്, പക്ഷെ ആൾ ജനിച്ചത് ബ്രിട്ടൻ ആണ് ആളുടെ നാഷണാലിറ്റി വരുന്നത്. ഈസ് നോൺ ഫോർ ഹിസ് എക്സ്പ്ലോറേഷൻ ഓഫ് പോസ്റ്റ് കൊളോണിയൽ സൊസൈറ്റീസ്. മെയിനായിട്ട് ആള് പോസ്റ്റ് കൊളോണിയൽ സൊസൈറ്റീനെ കുറിച്ചൊക്കെ എഴുതിയ ആളാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ്, എ ഹൗസ് ഫോർ മിസ്റ്റർ ബിസ്വാസ്. അത് ഇമ്പോർട്ടൻറ്റ് വർക്കാണ് 1961. എൻ ഏരിയ ഓഫ് ഡാർക്ക്നെസ് ഉണ്ട് 1964. ഇനി ദ മിമിക് മാൻ 1967. അടുത്തത് ഇൻ എ ഫ്രീ സ്റ്റേറ്റ് 1971. ഈ വർക്ക് നമ്മളെ ഈ ആൻസർ ആയിട്ട് വരുന്ന വർക്ക് ഇൻ എ ഫ്രീ സ്റ്റേറ്റ് 1971 പബ്ലിഷ് ചെയ്ത ബുക്കാണ്. ഇതിന് ബുക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്, ആലോചിച്ച് വെക്കുക. എ ബെൻഡ് ഇൻ ദ റിവർ 1979. എമംഗ് ദ ബിലീവേഴ്സ് എൻ ഇസ്ലാമിക് ജേർണി 1981. ദ എനിഗ്മ ഓഫ് അറൈവൽ 1987. ഇന്ത്യ എ മില്യൺ മ്യൂട്ടിനീസ് നൗ 1990. ഹാഫ് എ ലൈഫ് 2001. ഇതൊക്കെ മൈൻഡിൽ വെക്കുക. ഞാൻ പറഞ്ഞ പോലെ എന്താണ്, കോഡൊക്കെ ഇട്ട് പഠിക്കാൻ നോക്കുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കുക, വേണ്ടിയിട്ട് പഠിക്കുക. അല്ലാണ്ട് വെറുതെ എൻട്രൻസ് എഴുതി പോയി പാസ്സാവുക അതല്ല നമ്മുടെ. ഇത് നമുക്ക് കിട്ടുന്ന ഒരു നോളജാണ്. ഇനി നെറ്റ് എക്സാമിനാവട്ടെ, സെറ്റിനാവട്ടെ, എല്ലാത്തിനും ഇതൊക്കെ തന്നെ അവർ ചോദിക്കുള്ളൂ, വേറെ ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. അപ്പം നൈപോൾ, VS നൈപോൾ എന്ന് കേട്ടാൽ തന്നെ നൊബേൽ പ്രൈസ് വിന്നറാണ് 2001. അതുപോലെ തന്നെ ഈ വർക്ക്സ് ഒക്കെ ഒന്ന് നോക്കുക, ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആണ്. ഇനി കുറേ വർക്ക്സ് ഉണ്ട്, പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്, അത് നോക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിങ്സ് ഓഫ് ഫയർ ഇസ് എൻ ഓട്ടോബയോഗ്രഫി ഓഫ്. ഇത് അറിയാത്ത ഒരു മനുഷ്യൻ ഉണ്ടാവരുത്. വിങ്സ് ഓഫ് ഫയർ ആരെ വർക്കാണ്? പറയൂ. APJ അബ്ദുൽ കലാമിൻ്റെ വർക്കാണ്, ഓട്ടോബയോഗ്രഫിയാണ് വിങ്സ് ഓഫ് ഫയർ. ഇനി ആൻസർ നമ്മൾ പറഞ്ഞു, വിങ്സ് ഓഫ് ഫയർ ഇസ് എൻ ഓട്ടോബയോഗ്രഫി ഓഫ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ആരായിരുന്നു? ദ ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആൻഡ് റിനൗണ്ട് എയ്റോസ്പേസ് സയന്റിസ്റ്റ്. ആള് ഫോമർ പ്രസിഡന്റ് ആയിരുന്നു, അതുപോലെ തന്നെ റിനൗണ്ട് എയ്റോസ്പേസ് സയന്റിസ്റ്റ്. ഇതൊന്നും അറിയാത്ത ആൾക്കാരില്ലേ? APJ അബ്ദുൽ കലാം ആരാന്ന് അറിയാത്ത ആൾക്കാർ എന്താണ്? അറിയാത്ത ആൾക്കാർ എക്സാം എഴുതണ്ട, മതി, എഴുതണ്ട, നിർത്തിക്കോ. അപ്പം ദ ബുക്ക് വാസ് കോ ഓതേർഡ് ബൈ അരുൺ തിവാരി. അപ്പം അരുൺ തിവാരി എന്ന് പറഞ്ഞ ആളും ഉണ്ടേനും, രണ്ടാളും കൂടാണ് എഴുതിയത്. പക്ഷെ APJ അബ്ദുൽ കലാമിന്റെ ഓട്ടോബയോഗ്രഫിയാണ്, പക്ഷെ കോ ഓതേർഡ് ബൈ അരുൺ തിവാരി ആൻഡ് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ 1999. എപ്പാണ് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത്? 1999. ആലോചിച്ച് വെക്കാം, നല്ല രസമല്ലേ? ഈ ഡേറ്റ് പഠിക്കാൻ നല്ല സുഖം, അങ്ങനെ ആലോചിച്ച് വെക്കാം. ഓക്കെ, വിങ്സ് ഓഫ് ഫയർ ആൻഡ് ഓട്ടോബയോഗ്രഫി 1999 കോ ഓതേർഡ് വിത്ത് അരുൺ തിവാരി. നമ്മൾ പറഞ്ഞു. ഇന്ത്യ 2020 എ വിഷൻ ഫോർ ദ ന്യൂ മില്ലേനിയം 1998. ഇതൊക്കെ ആളുടെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആണ്, എസ്പെഷ്യലി APJ അബ്ദുൽ കലാം. എന്തായാലും മൈൻഡിൽ വെക്കുക, ഇതൊക്കെ പഠിക്കുക, വേറൊന്നും പറയാനില്ല, ഇത് എന്തായാലും പഠിക്കുക. അപ്പം ദ ലൈഫ് ഫ്രീ 2004 വന്നതാണ്, ഇഗ്നൈറ്റഡ് മൈൻഡ്സ് അൺലീഷിംഗ് ദ പവർ വിതിൻ ഇന്ത്യ 2002. ദെൻ മിഷൻ ഇന്ത്യ എ വിഷൻ ഫോർ ഇന്ത്യൻ യൂത്ത് 2005. ദ സയന്റിഫിക് ഇന്ത്യ. ഈ ആളുടെ വർക്ക്സിന്റെ നെയിം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും APJ അബ്ദുൽ കലാം എഴുതിയാണ്. ഒന്നെങ്കിൽ വിഷൻ ഇന്ത്യ, പവർ ഇന്ത്യ എന്നൊക്കെ പറയുന്നേരം ഉറപ്പിക്കാം നമുക്ക് ആരെഴുതിയാണ് APJ അബ്ദുൽ കലാമിന്റെ വർക്ക്സ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യു ആർ ബോൺ ടു ബ്ലോസം ടേക്ക് മൈ ജേർണി ബിയോണ്ട് 2011 കോ ഓതേർഡ് വിത്ത് അർജുൻ കുമാർ. അതൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കാം. ഇനി ട്രാൻസെൻഡൻസ് മൈ സ്പിരിച്വൽ എക്സ്പീരിയൻസസ് വിത്ത് പ്രമുഖ് സ്വാമിജി 2010 കോ ഓതേർഡ് വിത്ത് അരുൺ തിവാരി. ഇനി ടാർജറ്റ് 3 ബില്യൺ 2011 കോ ഓതേർഡ് വിത്ത് ശിവാതനു പിള്ളൈ. ജസ്റ്റ് മൈൻഡിൽ വെക്കാം, വർക്ക്സ് ഒക്കെ എന്തായാലും പഠിക്കണേ, പിന്നെ ഇയേഴ്സും നോക്കാം. രാജ് തരംഗിണി ദ ഹിസ്റ്ററിക്കൽ ക്രോണിക്കിൾ ഓഫ് ദ നോർത്ത് വെസ്റ്റേൺ സബ് കോണ്ടിനെന്റ് വാസ് റിട്ടൺ ബൈ. രാജ് തരംഗിണി എന്ന് പറഞ്ഞാൽ ഒരു ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള ഒരു ക്രോണിക്കിളാണ്.
ഏത് കോണ്ടിനെന്റിനെ കുറിച്ചാണ്? നോർത്ത് വെസ്റ്റേൺ സബ് കോണ്ടിനെന്റിനെ കുറിച്ച് എഴുതിയ ഒരു ഹിസ്റ്ററിക്കൽ ക്രോണിക്കിൾ ആണ്. ആരാണ് എഴുതിയത്? നോക്കാം ആൻസർ എന്താന്ന് നോക്കാം. ഓപ്ഷൻസ് ഒന്ന് നോക്കണേ. ആൻസർ നോക്കാൻ പോവാണേ നമ്മൾ. ആൻസർ വരുന്നത് കൽഹാന. കൽഹാന ആണ് റൈറ്റർ. സോറി. രാജതരംഗിണി ഈസ് എൻ ആൻഷ്യൻ സാൻസ്ക്രിറ്റ് ഹിസ്റ്ററിക്കൽ ടെക്സ്റ്റ് റിട്ടൺ ബൈ കൽഹാന ഇൻ 12th century. എപ്പാണ്? 12th centuryയിൽ എഴുതിയ ബുക്കാണ്. അതുപോലെ തന്നെ ആൻഷ്യൻ സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് ആണ്. ഇനി ഈ രാജതരംഗിണിന്റെ മീനിങ് എന്താണെന്നറിയോ? ദ റിവർ ഓഫ് കിങ്സ്. ട്രാൻസ്ലേറ്റ് ചെയ്തത് ദ റിവർ ഓഫ് കിങ്സ് എന്ന പേരിലാണ്. ദെൻ കോണ്ടന്റ്, ഇതിൽ മെയിൻ ആയിട്ടുള്ള കോണ്ടന്റ് എന്താണ്? ക്രോണിക്കിൾസ് ദ ഹിസ്റ്ററി ഓഫ് കാശ്മീരി കിങ്സിനെ കുറിച്ചാണ്. കാശ്മീരി കിങ്സ് ഫ്രം ആൻഷ്യൻ ടൈംസ് ടു കൽഹാനാസ് ഇറ. അപ്പം ആൻഷ്യൻ ടൈമിലുള്ള കാശ്മീരി കിങ്സിനെ തൊട്ട് ഈ കൽഹാനന്റെ, അതായത് 12th century വരുന്ന ഇറയിൽ വരെയുള്ള കിങ്സിനൊക്കെ, അതായത് ആ ഒരു ഹിസ്റ്ററി ആണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള കോണ്ടന്റ്. ദെൻ കൺസിഡേർഡ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ഹിസ്റ്ററിക്കൽ ടെക്സ്റ്റ് ഇൻ ഇന്ത്യ. ഏറ്റവും പഴയ ഒരു ഹിസ്റ്ററിക്കൽ ടെക്സ്റ്റ് തന്നെ പറയാം ഇന്ത്യയിലുള്ള. ഡിവൈഡഡ് ഇൻ ടു 8 books ഡീറ്റെയിലിംഗ് ഡിഫറെൻറ്റ് പീരിയഡ്സ് ആൻഡ് റൂളേഴ്സ്. ഞാൻ പറഞ്ഞു, അതായത് 8 ബുക്സിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ പീരിയഡിലുള്ള റൂളേഴ്സിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിട്ടുള്ള ഒരു ഹിസ്റ്ററിക്കൽ ടെക്സ്റ്റ്. സാൻസ്ക്രിറ്റ് ആണ്. ആരായിരുന്നു എഴുതിയത്? കൽഹാന, 12th century. ആലോചിച്ച് വെക്കാം. നെക്സ്റ്റ്, സർ തോമസ് മാലറീസ് മോർട്ട് ഡി ആർത്തർ is an example of. മോർട്ട് ഡി ആർത്തർ is an example of. ഇത് ഒട്ടുമിക്ക പേർക്കും അറിയുന്നൊരു എന്താണ് വർക്ക് ആയിരിക്കും. നോക്കാം. ആൻസർ റൊമാൻസ് ആണ്. മോർട്ട് ഡി ആർത്തർ. ലെ മോർട്ട് ഡി ആർത്തർ written by Sir Thomas Malory is primarily classified as a chivalric romance. ഷിവാൽറിക് റൊമാൻസ് ആണ്. എന്താണ് ഷിവാൽറി എന്ന് പറഞ്ഞാല്? അന്നേരമുള്ള നൈറ്റ്സ്, അതായത് നൈറ്റ്സ് എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? അന്നേരമുള്ള സോൾജിയേഴ്സ്. അപ്പോൾ ആ സോൾജിയേഴ്സിന്റെ ധീരമായിട്ടുള്ള കഥകൾ, അവരുടെ ഓരോ പ്രവൃത്തികൾ, അങ്ങനത്തേനാണ് ഷിവാൽറി എന്ന് പറയുന്നത്. ധീരത, അവരുടെ ഒരു ധീരത കാണിക്കുന്ന പല സ്റ്റോറീസും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയ ഒരു ജോൺറ, അതായത് ഷിവാൽറിക് റൊമാൻസ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഇനി ഇതിൽ മെയിനായിട്ട് സ്റ്റോറി ഓഫ് കിങ് ആർത്തർ ആണ്. കിങ് ആർത്തറിന്റെ സ്റ്റോറിയാണ് ഇതിൽ വരുന്നത്. ദെൻ എന്താണ്, ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. നൈറ്റ്സ് ഓഫ് ദ റൗണ്ട് ടേബിൾ ഡിസ്ക്രൈബ്സ് ഹൗ ആർത്തർ ക്രിയേറ്റ്സ് ദ നൈറ്റ്സ് ഓഫ് ദ റൗണ്ട് ടേബിൾ ഫോർ ബ്രേവ് നൈറ്റ്സ്. നൈറ്റ്സിന് വേണ്ടിയിട്ട് എന്തുണ്ടാക്കിയിരുന്നു? ഒരു റൗണ്ട് ടേബിൾ. അതൊക്കെ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക, അതൊന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല. ദെൻ മെയിൻ ആയിട്ട് വരുന്നത് ലാൻസ്ലെറ്റിൻ്റെതും ഗ്വിനിവിയറിൻ്റെതും എന്താണ്, ഒരു ലവ് അഫെയർ. ഫോക്കസസ് ഓൺ ദ ലവ് അഫെയർ ബിറ്റ്വീൻ ലാൻസ്ലെറ്റ് ആൻഡ് ഗ്വെൻവിയർ വിച്ച് ക്രിയേറ്റ്സ് കോൺഫ്ലിക്റ്റ്. മനസ്സിലാക്കുക, അവരുടെ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ വരുന്നുണ്ട്. അത്രയൊക്കെ തന്നെയാണ് ഇതിലുള്ളൂ. ബാക്കിയൊക്കെ ഫെർദർ റീഡിങ്ങിന് ഉള്ളതാണ്. ജസ്റ്റ് ഇൻട്രസ്റ്റ് ഉള്ളവർ വായിക്കുക. ഇനി ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് എന്താണ്? ഇതിൻ്റെ ഒരു ജോൺറ ഷിവാൽറിക് റൊമാൻസ് ആണ് എന്ന് ആലോചിച്ച് വെക്കുക. പിന്നെ ആരുടെ സ്റ്റോറിയാണ്? സ്റ്റോറി ഓഫ് കിങ് ആർത്തർ. ഇത് മാത്രമാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. മനസ്സിലായോ? ഇത്ര ഓർമ്മിച്ചേക്കാം, ബാക്കിയൊക്കെ ഫെർദർ ഡീറ്റെയിൽ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈക്കു ഈസ് ദ സബ് ജോൺറ ഓഫ്. ഹൈക്കു എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ സബ് ജോൺറയാണ്? അതായത് ഡ്രാമയുടെ, പ്ലേൻ്റെതാണോ, ഫിക്ഷൻ്റെ സബ് ജോൺറ ആണോ, പോയട്രീൻ്റെ ആണോ, ഷോർട്ട് സ്റ്റോറി ആണോ? അപ്പൊ ആ പേര് വെച്ച് നോക്കുമ്പോൾ നമുക്കൊന്ന് ഗസ് ചെയ്യാം, അത് പോയട്രീൻ്റെതായിരിക്കും എന്നൊരു ഗസ് കൊടുക്കാം അല്ലേ? നോക്കാം. ആൻസർ വരുന്നത് പോയട്രി ആണ്. ഹൈക്കു ഈസ് എ സബ് ജോൺറ ഓഫ് പോയട്രി. പോയട്രീൻ്റെ സബ് ജോൺറയാണ്. ഇറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഇൻ ജപ്പാൻ. ജപ്പാനിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത്. ടിപ്പിക്കലി കൺസിസ്റ്റ് ഓഫ് 3 lines. 3 lines ആണേ ഉള്ളൂ. വിത്ത് എ സിലബിൾ പാറ്റേൺ ഓഫ് 575 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിലബിളാണ് വരുന്നത്. എത്രയാണ്? 3 lines. ഓൺലി 3 lines പോം. 3 lines പോത്തിനാണ് നമ്മൾ എന്ത് പറയാ? ഹൈക്കു. ഇനി ഫോക്കസ് ഓഫൺ
എംഫസൈസസ് നേച്ചർ, സീസൺസ്, മൊമെന്റ്സ് ഓഫ് ബ്യൂട്ടി. അങ്ങനെ ഉള്ള, അതായത് സിമ്പിളായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പം നേച്ചറിനെ കുറിച്ച്, അതുപോലെ തന്നെ ഓരോ സീസൺസിനെ കുറിച്ച്, ഇനി ബ്യൂട്ടീനെ കുറിച്ചൊക്കെ മെയിനായിട്ട് ഹൈക്കൂയിൽ കൂടെ പറയാം. എയിം ടു ക്യാപ്ചർ ഫ്ലീറ്റിംഗ് എക്സ്പീരിയൻസ് ഓർ ഇമോഷൻ ഇൻ എ ബ്രീഫ് ഇവോക്കറ്റീവ് മാനർ. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൺസൈസ് ആയിട്ട് എങ്ങനെ ചുരുക്കി നമ്മൾ ഇപ്പോൾ ബ്യൂട്ടിനെ കുറിച്ച് പറയും, എങ്ങനെ എത്ര ചുരുക്കി നമ്മൾ നേച്ചറിനെ കുറിച്ച് പറയും, എത്ര ചുരുക്കി നമ്മൾ ഓരോ സീസൺസിനൊക്കെ കുറിച്ച് പറയും, അതൊക്കെ നമ്മൾ ഹൈക്കു എന്ന് പറഞ്ഞ ജോണറിലാണ് പെടുത്തുക. അതായത് കൺസൈസ് ആയിട്ട് എഴുതുക. മാക്സിമം കൂടിപ്പോയാൽ 3 വരി, അത്ര ഉള്ളൂ. Then next question, which genre includes stories of characters who try to solve a crime or unexplained event? ഏത് ജോൺറയിലാണ് ഒരു ക്രൈം ഇങ്ങനെ സോൾവ് ചെയ്യാൻ, ഒരു ക്രൈം നടത്തിയ ഒരു ക്രിമിനൽ അതിങ്ങനെ സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഓരോ ഇവൻറ്റ്സ് നടക്കുക, പെട്ടെന്നുള്ള ഓരോ ഇവൻറ്റ്സ് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള, അതൊക്കെ ഏത് ജോൺറയിൽ വരുന്നതാണ്? അതൊരു ഫോക്ക് ടെയിലിൽ വരുന്നതാണോ? പണ്ടത്തെ നാടോടി കഥകൾ എന്നൊക്കെ പറയില്ലേ, അതിൽ വരുന്നതാണോ? ക്രൈം സോൾവ് ചെയ്യുക, അതൊക്കെ ക്രൈം സോൾവ് ചെയ്യുക എന്നൊക്കെ പറയുമ്പം അതിൽ വരുന്നതാണോ? അല്ല. ഹിസ്റ്ററിക്കൽ ഫിക്ഷനിൽ വരുന്നതാണോ? അല്ല, ഒരിക്കലും അല്ല. ഹിസ്റ്ററിക്കൽ ഫിക്ഷനിൽ മെയിനായിട്ട് ഓരോ കിങ്ങിൻ്റെ ഹിസ്റ്ററീസ്, പണ്ട് കഴിഞ്ഞ ഓരോ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇനി റിയലിസ്റ്റിക് ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ട് നടക്കുന്ന ഓരോ കാര്യങ്ങൾ. ഇനി മിസറിയിലോ? ഓക്കെ, നോക്കാം നമുക്ക്. ആൻസർ മിസറി ആണ്. The genre that includes stories of characters who try to solve a crime or unexplained misery is called misery or detective fiction. അപ്പോൾ ഈ സെയിം സാധനത്തിനാണ് നമ്മൾ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എന്ന് പറയുന്നത്. അത് ആലോചിച്ച് വെക്കുക. ഒരു ക്രൈം നടക്കുക, അതൊക്കെ ഏതിലാ വരിക? ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ഓർ മിസറി. മനസ്സിലാക്കുക. അതൊക്കെ സിമ്പിൾ ഗസിനുള്ള ആൻസർ ആണ്. അതിനൊന്നും എന്താ പറയുക, മാർക്ക് വെറുതെ പോക്കരുതാരും. അത്രയും ഈസി ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതുപോലത്തെ ഡിറ്റക്റ്റീവ് ഫിക്ഷന്റെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദെൻ ദ വർ നൺ ബൈ അഗത ക്രിസ്റ്റി. അഗത ക്രിസ്റ്റീൻ്റെ ഒരു നോവലാണ്, അതൊരു ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ആണ്. സെയിം സാധനം, അതായത് ഒരു ക്രൈം നടത്തുക, അത് അന്വേഷിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു സാധനം വരുന്നത്. ഇനി ദ ബിഗ് സ്ലീപ്പ് ബൈ റെയ്മണ്ട് ചാൻഡലർ, ഗോൺ ഗേൾ ബൈ ഗില്ലിയൻ ഫ്ലിൻ, ദെൻ ദ മാൽറ്റീസ് ഫാൽക്കൺ ബൈ ഡേഷ്യൽ ഹെമറ്റ്. ഇതൊന്നും ചോദിക്കൂല, ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ കൊടുത്തുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗോത്തിക് നോവൽ ഇസ് എ ടൈപ്പ് ഓഫ് പ്രോസ് ഫിക്ഷൻ വിച്ച് കണ്ടെയ്ൻസ് എലമെന്റ്സ് ഓഫ്. ഇനി ഗോത്തിക് നോവൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ ചാൻസ് ഉണ്ട്, ഉറപ്പാണ്. അപ്പം ഈ ഗോത്തിക് നോവൽസിൽ മെയിനായിട്ട് അതിൻ്റെ എലമെന്റ്സ്, ആ ഗോത്തിക് നോവൽസിൽ വരുന്ന എലമെന്റ്സ് എന്താണ്? മെലോ ഡ്രാമ, സൈക്കോളജി, ടെറർ. നെക്സ്റ്റ് വരുന്നത് വയലൻസ്, ടെറർ ആൻഡ് ഗ്ലൂം, സൈക്കോളജി. നെക്സ്റ്റ് വരുന്നത് ഗ്ലൂം ആൻഡ് ടെറർ, മെലോ ഡ്രാമ, വയലൻസ് ആൻഡ് അബറന്റ് സൈക്കോളജിക്കൽ സ്റ്റേറ്റ്. ദെൻ സൈക്കോളജിക്കൽ സ്റ്റേറ്റ്സ്, മെലോ ഡ്രാമ, കോമഡി ആൻഡ് വയലൻസ്. ഇത് ശരിക്കും കുറച്ച് എന്താണ്, കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ആൻസേഴ്സ് ആണ് വരുന്നത്. കാരണം എല്ലാം ഏകദേശം സെയിം പോലെ തോന്നില്ലേ നിങ്ങൾക്ക്? ഇതിൽ നമുക്ക് 4ാമത്തെ ഓപ്ഷൻ എന്തായാലും കട്ട് ചെയ്ത് പോകാം, കാരണം കോമഡി വന്നിട്ടുണ്ട്. അപ്പൊ ഗോത്തിക് നോവലിൽ ഒരിക്കലും കോമഡി ഇല്ല. അപ്പൊ എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ 1, 2, 3 അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരിക. നോക്കാം നമുക്ക്. ആൻസർ വന്നിട്ടുള്ളത് മൂന്നാമത്തത്. ഓക്കെ, നമുക്കത് ഡിസ്ക്രൈബ് ചെയ്യാം. ഗ്ലൂം ആൻഡ് ടെറർ, മെലോ ഡ്രാമ, വയലൻസ്, അബറന്റ് സൈക്കോളജിക്കൽ സ്റ്റേറ്റ്, അതൊക്കെയാണ് ഗോത്തിക് നോവൽസിന്റെ എലമെന്റ്സ്. അപ്പൊ ഗോത്തിക് നോവൽസിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ്? ഗ്ലൂമി ആയിട്ട്, ടെറർ ആയിട്ട് വരുന്ന സംഭവങ്ങൾ, പിന്നെ മെലോ ഡ്രാമ, പിന്നെന്താ വയലൻസ്, ഭയങ്കര വയലൻസ് ആയിരിക്കും, ക്യാരക്ടേഴ്സ് ഒക്കെ വയലന്റ് ആയിരിക്കും. ദെൻ അബറന്റ് സൈക്കോളജിക്കൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺയൂഷ്വൽ ആയിട്ടുള്ള, അതായത് ടിപ്പിക്കലി നമ്മളെ ഒരു സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ഉണ്ട് ഓരോ മനുഷ്യനും, പക്ഷെ അതല്ലാത്ത അബറന്റ്, അൺയൂഷ്വൽ ആയിട്ട് വരുന്ന, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അബറന്റ് സൈക്കോളജിക്കൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധാ മനുഷ്യന്മാർ കാണിക്കാത്ത
അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ സ്റ്റേറ്റ്, പ്രാന്ത്. മലയാളത്തിൽ പറയാൻ വെച്ചാൽ ഒരു പ്രാന്തമായിട്ടുള്ള ഒരു സ്വഭാവം, അങ്ങനെയൊക്കെ പറയില്ലേ നമ്മൾ, അതൊക്കെ വരുന്നതാണ് ഗോത്തിക് നോവൽസ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഹൊറേസ് വാൾപോളിൻ്റെ ദ കാസിൽ ഓഫ് ഒട്രാൻഡോ 1764 ദ ഫസ്റ്റ് ഗോത്തിക് നോവൽ. ഓക്കെ, എസ്റ്റാബ്ലിഷിംഗ് ദ ജോൺറേ. ഫസ്റ്റ് ഗോത്തിക് നോവലാണ്. ഈ ഒരു ഗോത്തിക് നോവൽ എന്ന് പറഞ്ഞ ഒരു ജോൺറ എന്ന് വരുന്നത് ഏത് നോവലിൽ കൂടാണ്? ദ കാസിൽ ഓഫ് ഒട്രാൻഡോ 1764. ആലോചിച്ച് വെക്കുക. ദെൻ ആൻ റാഡ്ക്ലിഫിന്റെ ദ മിസറീസ് ഓഫ് ഉഡോൾഫോ 1794. മാത്യു ലെവിസിന്റെ ദ മങ്ക് 1796. ഇനി മേരി ഷെല്ലിന്റെ ഫ്രാങ്കൻസ്റ്റീൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, വേണമെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഫ്രാങ്കൻസ്റ്റീൻ ഏതിലാണ് വരുന്നത്? അത് ശരിക്കും എന്താണ്? ഹൊറർ ഉണ്ട്, സൈഫൈ. ശരിക്കും അതൊരു സൈഫൈ എന്നും പറയാം, അതുപോലെ തന്നെ ഒരു ഗോത്തിക് നോവൽ എന്നും പറയാം. ഇനി അബറൻ സൈക്കോളജി ഒക്കെ അതിൽ വരുന്നുണ്ട്. ദെൻ എമിലി ബ്രോണ്ടിന്റെ വിതറിംഗ് ഹൈറ്റ്സ്, അതാണ് ഏറ്റവും ബെസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ എന്ത് ഗോത്തിക് നോവൽ, വിതറിംഗ് ഹൈറ്റ്സ്. അത് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, യൂജീൻ അയൻസ്കോ റൈറ്റ്സ് that people drowning in meaninglessness can only be greats. Their sufferings can only appear tragic by derision. This comment reflects upon യൂജീൻ അയൻസ്കോ ഒരു കോമന്റ് പറഞ്ഞാണ്. ഇതിൽ എന്തായാലും ഇത് ഒരു പ്രാവശ്യം വായിച്ചാലൊന്നും ലിറ്ററേച്ചറിൽ ഇങ്ങനെ ഓരോ കോട്ടും അതുപോലെ തന്നെ പോംസ് ഒക്കെ ഒറ്റ റീഡിനൊന്നും മനസ്സിലാവില്ല. അപ്പം നമ്മൾ എന്താണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നമ്മൾ എടുക്കേണ്ട ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കീവേഡ് എടുക്കുക. ഇതിലിപ്പോൾ കീവേഡായിട്ട് നമുക്ക് എടുക്കാനുള്ളത് മീനിങ്ലെസ്നെസ്. ഓക്കെ, ഒരു അർത്ഥമില്ലാത്തൊരവസ്ഥ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എന്തിനെ കുറിച്ചായിരിക്കും പറഞ്ഞത്? ബ്ലാക്ക് കോമഡി ആണോ, മോഡേൺ ലിറ്ററേച്ചർ ആണോ? എന്തായാലും മോഡേൺ ലിറ്ററേച്ചർ അല്ല, ഒരു മീനിങ്ലെസ്നെസ് ഒന്നുമല്ല. മോഡേൺ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ അതൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് കോമഡി എന്ന് പറഞ്ഞാലും അതായിരിക്കൂല, നമുക്ക് ചിന്തിക്കാമല്ലോ. പിന്നെ റിവെഞ്ച് ട്രാജഡീസ് എന്ന് പറഞ്ഞാൽ ഒരു റിവെഞ്ച് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ പേർപ്പസ്, മെയിൻ പേർപ്പസ് റിവെഞ്ച് ട്രാജഡീൻ്റെ. അപ്പോൾ അതുമല്ല. പിന്നെ നമുക്ക് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തിയേറ്റർ ഓഫ് ദ അബ്ഷേർഡ്. അത് അബ്ഷേർഡിറ്റി. അപ്പോൾ ഓരോ വേർഡിൻ്റെ മീനിങ് നമ്മൾ അറിഞ്ഞു വെക്കണം. അപ്പോൾ ആൻസർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് ഏതാണ്? തിയേറ്റർ ഓഫ് അബ്ഷേർഡ് ആണ്. ഇനി ദ ടേം തിയേറ്റർ ഓഫ് അബ്ഷേർഡ് വാസ് കോയിൻഡ് ബൈ ക്രിട്ടിക് മാർട്ടിൻ എസ്ലിൻ. മാർട്ടിൻ എസ്ലിൻ ആണ് ഈ വേർഡ് കോയിൻ ചെയ്തത്, തിയേറ്റർ ഓഫ് അബ്ഷേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള. ഇൻ ഹിസ് 1961 ബുക്ക് ടൈറ്റിൽ ദ തിയേറ്റർ ഓഫ് അബ്ഷേർഡ്, ആ ബുക്കിലാണ് കോയിൻ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ജോൺറയിൽ പ്ലേസ് വരുന്നുണ്ട്. പ്ലേസ് ഡ്രാമാസ് ആണ് മെയിനായിട്ട് വരുന്നത്. മെയിനായിട്ട് ഇതിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ അബ്ഷേർഡിറ്റി ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. അതായത് മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ട്, പക്ഷെ ഒരു അർത്ഥവും ഇല്ല ജീവിക്കുന്നതിൽ. മീനിങ്ലെസ് ജീവിതം എന്താണ്? ഒരു മീനിങ്ലെസ് ആണ്, ഒരു പേർപ്പസും ഇല്ല, നോൺസെൻസ് ആണ് മൊത്തത്തിൽ. ആ അബ്ഷേർഡ് പ്ലേസിൽ വരുന്നത് എന്താണ്? നോൺസെൻസ് ആണ്. അത് ഒരു മീനിങ്ങും ഇല്ലാത്ത ഒരു കയോട്ടിക് ആയിട്ടുള്ള ഒരു ലൈഫ്, ഒരു അർത്ഥവും ഇല്ലാത്ത ഒരു സീറോ എന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരു സംഭവം വരുന്നതാണ് എന്ത്? തിയേറ്റർ ഓഫ് അബ്ഷേർഡ്. ഇനി ഈ ഒരു ജോൺറയിൽ വരുന്ന റൈറ്റേഴ്സ് ആണ് ആരൊക്കെ? യൂജീൻ അയൻസ്കോ, സാമുവൽ ബെക്കറ്റ്, ജീൻ ജെനറ്റ്, ഹറോൾഡ് പിന്റർ. ഇവരൊക്കെ ഫേമസ് ആയിട്ട് ഉള്ള തിയേറ്റർ ഓഫ് ദ അബ്ഷേർഡ് ഈ ജോൺറയിൽ വരുന്ന റൈറ്റേഴ്സ് ആണ് ഇവർ. ഇനി മേജർ വർക്ക്സ് നോക്കാം. ഇതിൽ വരുന്ന വെയിറ്റിംഗ് ഫോർ ഗോദോത്, ഇമ്പോർട്ടൻറ്റ് വർക്കാണ് വെയിറ്റിംഗ് ഫോർ ഗോദോത്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഉറപ്പിച്ചോ. റൈറ്റർ സാമുവൽ ബെക്കറ്റ് ആണ്. പബ്ലിഷ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1953. ഇനി ദ ബാൾഡ് സൊപ്രാനോ റൈറ്റർ യൂജീൻ അയൻസ്കോ, ഡേറ്റ് 1950. Then the Chairs, writer Eugene Ionesco, 1952. The Birthday Party, also important play, written by Harold Pinter, published date 1958. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ്, എല്ലാം ആലോചിച്ച് വെക്കുക. ഇനി വരുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് സിമ്പിളാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. മാച്ച് ദ ഫോളോയിങ് ഒക്കെ വന്നാൽ ഒരു കാരണവശാലും മാർക്ക് പോക്കരുത്. കാരണം അതൊക്കെ എന്താണ്, ഫ്രീ ആയിട്ട് തരുന്ന മാർക്ക്, കിട്ടുന്ന മാർക്ക് എന്നൊക്കെ പറയാം. അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദ ഫോളോയിങ്.
എന്തെങ്കിലും ഹിന്റ് അതിൽ തന്നെ ഉണ്ടാവും. അപ്പം നമുക്കിതൊന്ന് നോക്കാം. മോട്ടീവ്, പ്ലോട്ട്, സെറ്റിങ്, തീം, ഇതിനെ മാച്ച് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് വായിക്കാം. ഇറ്റ് ഈസ് എ ജനറൽ കോൺസെപ്റ്റ് ഇൻ എ ലിറ്റററി ടെക്സ്റ്റ് വിച്ച് ഈസ് ഡിസൈൻ ടു ഇൻവോൾവ് ആൻഡ് പെർഷ്യൂഡ് ദ റീഡർ ടു ബിലീവ് ഇൻ ഇറ്റ്. ഒരു എന്താണ് ഒരു ജനറൽ കോൺസെപ്റ്റ്. അപ്പോൾ അതെന്തായിരിക്കും? ഒരു ലിറ്റററി ടെക്സ്റ്റിൽ വരുന്ന ഒരു ജനറൽ കോൺസെപ്റ്റ് ആണ്. കോൺസെപ്റ്റ് അതെന്തായിരിക്കും? ഇതിൽ ഈ ഭാഗത്ത് നോക്കാം. ലിസ്റ്റ് 1 നോക്കൂ. അതെന്തായിരിക്കും ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ? ഒരു മോട്ടീഫ് ആയിരിക്കും അല്ലേ? അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ അതായത് എപ്പോഴും റീഡേഴ്സിനെ പേർഷ്വേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ജനറൽ കോൺസെപ്റ്റ് ഉണ്ടാവും ഒരു ലിറ്റററി ടെക്സ്റ്റിൽ. ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടായതിനെ കൊണ്ടാണ് നമുക്കൊരു ടെക്സ്റ്റ്, ഒരു നോവൽ, അല്ലെ ഒരു വർക്ക്, ഒരു ഫിലിം ആവട്ടെ, അങ്ങനത്തെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടെങ്കിലാണ് നമുക്കത് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. അങ്ങനത്തെ ഒരു കാര്യത്തിന് പറയുന്നതാണ് എന്ത്? മോട്ടീവ്. ഓക്കെ. ദെൻ പ്ലോട്ട്. എന്തായിരിക്കും പ്ലോട്ട് എന്ന് പറഞ്ഞാല്? നോക്കൂ, ഇറ്റ് ഈസ് ദ ജനറൽ ലൊക്കേഷൻ ആണോ? പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ ആണോ? അല്ല, ഒരിക്കലും അല്ല. It is a conspicuous element which occurs frequently in works of literature. ആണോ? ചിന്തിക്കൂ. ഇനി നെക്സ്റ്റ് നോക്കൂ. ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഇറ്റ്സ് ഇവന്റ്സ് ആൻഡ് ആക്ഷൻസ് ദാറ്റ് അച്ചീവ് പർട്ടിക്കുലർ ആർട്ടിസ്റ്റിക്സ് ആൻഡ് ഇമോഷണൽ എഫക്ട്സ്. അപ്പോൾ ഇതിലേതായിരിക്കും പ്ലോട്ട്? ഏതായിരിക്കും സെറ്റിങ്? ഏതായിരിക്കും തീം? ഇതിലേതാ നമ്മൾ മാച്ച് ചെയ്യാം? മോട്ടീഫ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അടുത്ത ഒന്നും കൂടെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് പിന്നെ ക്വസ്റ്റ്യൻ അല്ല ആൻസേഴ്സ് ചൂസ് ചെയ്യാം. 2 കിട്ടിയാൽ ആൻസേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും മാച്ച് ദ ഫോളോയിങ്ങിൽ. അപ്പോൾ ഇതിൽ സെറ്റിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്തായാലും ഒരു ലൊക്കേഷനാണ് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഒരു പ്ലാന്റെ സെറ്റിംഗ് അല്ല ഒരു മൂവിന്റെ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ മൂവി ഷൂട്ട് ചെയ്ത ആ ലൊക്കേഷൻ, ആ സ്ഥലം, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സെറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും C2 ആയിരിക്കും. A1ഉം C2ഉം വരുന്ന ഓപ്ഷൻ നോക്കാം. ഏതാണ്? A1ഉം C2ഉം വരുന്ന ഓപ്ഷൻ 1 ആണ്. അപ്പം നമുക്ക് ആൻസർ കിട്ടി. നോക്കാം ഓരോന്ന്. മോട്ടീഫ് ഞാൻ പറഞ്ഞു, എന്താണെന്ന് പറഞ്ഞു. പ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ദ സീക്വൻസ് ഓഫ് ഇവന്റ്സ് ആൻഡ് ആക്ഷൻസ് ഇൻ എ സ്റ്റോറി encompassing the structure and organization of the narrative, including the exposition, rising action, climax, falling action, resolution. ഇതൊക്കെ റൈസിങ് ആക്ഷനും ഫോളിങ് ആക്ഷനും ക്ലൈമാക്സ് എന്താ? ഇതൊക്കെ നമ്മൾ അരിസ്റ്റോട്ടിലിനെ കുറിച്ച് എന്താണ് അതിൻ്റെ ആളുടെ ഒരു ചാപ്റ്ററിനുണ്ട് ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറഞ്ഞ. അതിൽ നമ്മൾ പഠിക്കുന്നുണ്ട് റൈസിങ് ആക്ഷൻ എന്താണ്, ഫോളിങ് ആക്ഷൻ എന്താണ്, അതൊക്കെ നമ്മൾ പഠിച്ചത് നമുക്കറിയുന്നതാ. പ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാം. ട്രാജഡിന്റെ മെയിൻ പാർട്ടാണ് പ്ലോട്ട്. നമ്മൾ പറഞ്ഞല്ലേ എന്താണ്? സോൾ ഓഫ് ട്രാജഡി എന്ന് പറയുന്നതാണ് പ്ലോട്ട്. അപ്പം സെറ്റിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൊക്കേഷൻ. ഞാൻ പറഞ്ഞു, ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ. ഇനി തീം എന്താണ്? സെൻട്രൽ ഐഡിയ, മെസ്സേജ്. എന്താണ് അതിന്റെ തീം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ സെൻട്രൽ ഐഡിയ എന്താ, സെൻട്രൽ മെസ്സേജ് എന്താണ് എന്നുള്ളതാണ് തീം. ഇത്ര ഉള്ളൂ. ഈസി അല്ലേ? നെക്സ്റ്റ്, ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന മാർക്കാണിതും. ഫിൻ ഡി സിയക്കിൾ. ഇതൊക്കെ ഇറ്റാലിയൻ വേർഡ്സ് ആണ് ലിസ്റ്റ് 1 കൊടുത്തിട്ടുള്ളത്. ലിസ്റ്റ് 2 അതിന്റെ ഇംഗ്ലീഷ് മീനിങ്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും. ഇതിൽ എന്തെങ്കിലും ഒന്നുണ്ടാവും. ഫിൻ ഡി സിയക്കിൾ നമുക്ക് കിട്ടൂല അല്ലേ? നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. ഇനി നോക്കാം. ഡ്യൂസ് എക്സ് മെഷീന, ഡ്യൂക്കോക്സ് എന്നാണ് കൊടുത്തത്. ഡ്യൂസ് എക്സ് മെഷീന നമ്മൾ എവിടെയോ കേട്ട പേരാണ് സംഭവം. കൊമേഡിയ ഡെൽ ആർട്ടെ. അപ്പൊ അതിന് മാച്ച് ആയിട്ടുള്ള വേർഡ് ലിസ്റ്റ് 2 ഉണ്ടോ നോക്കാം. നോക്കൂ, കൊമേഡിയ ഡെൽ ആർട്ടെ, കോമിക് ഡ്രാമ. അതാവാനല്ലേ ചാൻസ്. കൊമേഡിയ എന്ന് ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം C2 ആണെന്ന് നമുക്ക് കിട്ടി. C2 വരുന്ന 3 ഓപ്ഷൻ ഉണ്ട് താഴെ. അപ്പം 2 നമുക്ക് എലിമിനേറ്റ് ചെയ്ത് പോക്കണം. ഇനി ഡ്യൂസ് എക്സ് മെഷീന എന്ന് പറഞ്ഞാൽ ഗോഡ് ഫ്രം ദ മെഷീൻ. മെഷീൻ എന്ന് പറഞ്ഞ വേർഡ് കിട്ടിയില്ലേ? അപ്പൊ ലിസ്റ്റ് അത് കിട്ടി. അങ്ങനെ C1 കിട്ടി. അല്ല, C2 കിട്ടി, B1 കിട്ടി. C2 B1 വരുന്ന ഓപ്ഷൻ അഗെയിൻ 2 ഉണ്ട്. ഓപ്ഷൻ 3ഉം ഓപ്ഷൻ 4ഉം. ഇനിയും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് പോക്കണം. ഇനി അടുത്ത ഡി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോം ഡി പ്ലൂമ. അപ്പൊ ഇതിൽ നോം ആ ഒരു ഇത് വരുന്ന ഓപ്ഷൻ ഏതാണ്? D3 ആണ്. D3.
ഓക്കെ, D3 വരുന്ന ഓപ്ഷൻ 4 ആണ്. അതിൽ D3 ഒരു ഇത് വിട്ടുപോയതാണ്. ഓക്കെ, ഓപ്ഷൻ 4 ആണ്. ഇനി ആൻസർ ഓപ്ഷൻ 4 കിട്ടി. അപ്പൊ എന്താണ്? A4 ആണ്. ഫിൻ ടി സിയക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡ് ഓഫ് എ സെഞ്ചുറി, അതാണ് അതിന്റെ മീനിങ്. ഇനി ഡ്യൂസ് എക്സ് മെഷീന എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോഡ് ഫ്രം ദ മെഷീൻ. കൊമേഡിയ ഡെൽ ആർട്ട് എന്ന് പറഞ്ഞാൽ കോമിക് ഡ്രാമയാണ്. നോം ഡി പ്ലോമ എന്ന് പറഞ്ഞാൽ എ നെയിം വിച്ച് ഈസ് ഡിഫറെന്റ് ഫ്രം ഹിസ് ഓർ ഹെർ റിയൽ നെയിം ഇസ് യൂസ്ഡ് ബൈ എൻ ഓതർ. അതായത് പെൻ നെയിമിന് പറയുന്നതാണ് നോം ഡി പ്ലൂമ. പെൻ നെയിമിന്. ഇത് ഇത്ര ഉള്ളൂ. ഈസി അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ ആൻസർ ഞാൻ പറഞ്ഞേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് അസേഷൻ റീസൺ അതിനെ കൊണ്ട് ഉദ്ദേശിച്ചത്? അസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്ന്, ഇനി റീസണിൽ ആ ഒരു സെന്റൻസിന്റെ എക്സാക്ട് റീസൺ ആണോ ആ റീസൺ എന്ന് നമുക്ക് നോക്കണം. ഇത് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കാം നമുക്ക്. The words ambiguity and ambivalence signify different ideas. ഇവർ പറയുന്ന സ്റ്റേറ്റ്മെന്റ്, ഇവർ പറയുന്ന അസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആംബിഗ്യൂറ്റിയും ആംബിവാലൻസും ഡിഫറെന്റ് ഐഡിയാസ് ആണ്. ഇനി ഇവർ അതിന് തരുന്ന റീസണ് നമ്മൾ ഇത് എന്താ പറയുക, സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ട ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ വന്നാൽ എന്താക്കുക? അസേഷൻ എന്ന് പറ ആ ഫസ്റ്റത്തെ അസേഷൻ എ ഉണ്ടല്ലോ, ദ വേർഡ്സ് ആംബിഗ്യൂറ്റി ആൻഡ് ആംബിവാലൻസ് സിഗ്നിഫൈ ഡിഫറെന്റ് ഐഡിയാസ്. എന്നിട്ട് അവിടെ നമ്മൾ ബിക്കോസ് ഇട്ട് കൊടുക്കാം. ബിക്കോസ് നമ്മളെ വക ഇട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, ബിക്കോസ് ഇട്ട് കൊടുക്കാം. ദ വേർഡ്സ് ആംബിഗ്യൂറ്റി ആൻഡ് ആംബിവാലൻസ് സിഗ്നിഫൈ ഡിഫറെന്റ് ഐഡിയാസ് ബിക്കോസ് the word ambiguity means a condition when utterance has more than one meaning, thereby producing uncertainty. The word ambivalence signals powerful mutually contradictory feelings concerning a particular subject, thereby producing uncertainty. അപ്പോൾ ഈ ബിക്കോസ് വെച്ചിട്ട് അത് ചേരുന്നുണ്ടോ, കാരണമാണോ എന്ന് നോക്കാം. അതിന് ആദ്യം എന്തറിയണം? ആംബിഗ്യൂറ്റി എന്താണ്, ആംബിവാലൻസ് എന്താണ് എന്ന് അറിഞ്ഞാൽ മാത്രമാണ് ഇതിൻ്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നോക്കാം, എന്താണ് ആംബിഗ്യൂറ്റി? ആംബിഗ്യൂറ്റി മീൻസ് സംതിങ് ദാറ്റ് ഹാസ് മോർ ദാൻ വൺ പോസിബിൾ മീനിങ്. ഇപ്പോൾ ഒരു സെന്റൻസ് അതിന് വൺ ഓർ മോർ പോസിബിൾ മീനിങ് ഉണ്ടായിരിക്കാം, അതാണ് ആംബിഗ്യൂറ്റി. അപ്പോൾ എന്താണ്? ഇറ്റ് ക്യാൻ ക്രിയേറ്റ് അൺസർട്ടനിറ്റി ബിക്കോസ് ഇറ്റ്സ് നോട്ട് ക്ലിയർ വിച്ച് മീനിങ് ഈസ് ഇൻറ്റൻഡഡ്. അപ്പം ഒരു ആംബിഗ്യൂറ്റി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ മീനിങ് ഒരു സെന്റൻസിനോ ഒരു വേർഡിനോ ഉണ്ടാവാം. അപ്പോൾ അതിലൊരു അൺസർട്ടനിറ്റി വരുന്നുണ്ട്. അതായത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല ഏതാ മീനിങ്. അപ്പോൾ അവിടെ ഒരു അൺസർട്ടനിറ്റി വരുന്നുണ്ട് അല്ലേ? നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇനി എന്താണ് ആംബിവാലൻസ്? ആംബിവാലൻസ് ഇസ് വെൻ സമ്മൺ ഹാസ് മിക്സ്ഡ് ഓർ കോൺഫ്ലിക്റ്റിംഗ് ഫീലിംഗ്സ് അബൌട്ട് സംതിങ് ഓർ സമ്മൺ. ഇറ്റ് മീൻസ് ഫീലിംഗ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമോഷൻ അറ്റ് ദ സെയിം ടൈം. അപ്പോൾ ഒരാളോട് നമ്മളൊരു കാര്യം പറഞ്ഞു, ഇപ്പോൾ നമ്മൾ സാധാ ഒരു ടോണിലാണ് പറഞ്ഞത്, പക്ഷെ ആള് വിചാരിച്ച് അത് എന്നോട് ദേഷ്യം ഉണ്ടായിട്ട് ആളിങ്ങനെ പറഞ്ഞത്. അപ്പം അതൊരു ആംബിവാലൻസ് ആണ്. ഇമോഷൻസ് വരുന്നതാണ് ആംബിവാലൻസ്. അതായത് ഇപ്പോൾ കേൾക്കുന്ന ആൾ വിചാരിക്കും, ഇപ്പം നമ്മൾ പോസിറ്റീവാന്ന് വിചാരിച്ച കാര്യം വേറെ ആൾക്കാർ നെഗറ്റീവായിട്ട് എടുക്കാം. ഇപ്പം നമ്മൾ നെഗറ്റീവായിട്ട് എടുത്ത കാര്യം മറ്റുള്ള ആൾക്കാർ പോസിറ്റീവായിട്ട് എടുക്കാം. അങ്ങനെ വരുന്നതാണ് എന്ത്? ആംബിവാലൻസ്. മനസ്സിലായോ? അപ്പോൾ എക്സാമ്പിൾ, ആംബിഗ്യൂറ്റിൻ്റെ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദ ചിക്കൻ ഈസ് റെഡി ടു ഈറ്റ്. ദ ചിക്കൻ ഈസ് റെഡി ടു ഈറ്റ്. ഇതിപ്പോൾ ഇതിൻ്റെ മീനിങ് എന്തൊക്കെയായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാം നോക്കാം. ദ സെൻറ്റൻസ് ഈസ് ആംബിഗ്യസ് ആണ്. കാരണം നമുക്ക് ദ ചിക്കൻ ഈസ് റെഡി ടു ഈറ്റ്. ഇറ്റ് കുഡ് ബി മീൻ ഈദർ ദാറ്റ് ചിക്കൻ ദ അനിമൽ ഈസ് റെഡി ടു ഈറ്റ് ഫുഡ്. അത് ഒന്നെങ്കിൽ ആനിമൽ ആ ചിക്കൻ ഫുഡ് കഴിക്കാൻ ടൈമായി, ആ ചിക്കന് ഫുഡ് കഴിക്കാൻ ടൈമായി. അതായത് ആ ഒരു കോഴിക്ക് നമ്മൾ ഫുഡ് കൊടുക്കൂലേ, അപ്പോൾ ആ കോഴിൻ്റെ ഫുഡ് കൊടുക്കുന്ന ടൈമായി എന്ന് ഒരു മീനിങ് ഉണ്ട്. ദെൻ അതർ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർ ദാറ്റ് ദ ചിക്കൻ ദ മീൽ, അതായത് ചിക്കന് നമ്മൾ എന്താണ് ചിക്കൻ യൂസ് ചെയ്യുന്നത് എന്താണ്? അതൊരു മീലായിട്ട് ഒരു ഫുഡായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഫുഡ് ഈസ് റെഡി ഫോർ സമ്മൺ ടു ഈറ്റ്, അങ്ങനെ ഒരു മീനിങ് ഉണ്ട്. അത് കോഴിക്ക് ഫുഡ് കൊടുക്കാൻ ടൈമായി എന്ന് ഒരു മീനിങ് ഉണ്ട്. ദെൻ കോഴി ഉണ്ടാക്കി കഴിഞ്ഞ് ആ മീല് റെഡിയായി എന്ന് പറഞ്ഞൊരു മീനിങ് ഉണ്ട്. അങ്ങനെ രണ്ട് മീനിങ്. ഇതൊരു ആംബിഗ്യൂറ്റി അല്ലേ? മനസ്സിലായോ ആംബിഗ്യൂറ്റി എന്താന്ന്? ക്ലിയർ ആയിട്ടുള്ള മീനിങ് നമുക്ക് കിട്ടൂല. ഓക്കെ, ദെൻ ആംബിവാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ പേഴ്സൺ ഫീൽസ് ആംബിവാലൻസ് അബൌട്ട് മൂവിങ് ടു എ ന്യൂ സിറ്റി. നോക്കാം, എ പേഴ്സൺ
ഫീൽസ് ആംബിവാലൻസ് അബൌട്ട് മൂവിങ് ടു എ ന്യൂ സിറ്റി. ന്യൂ സിറ്റിയിലേക്ക് മാറുമ്പം ഒരു പേഴ്സണ് ഒരു ആംബിവാലൻസ് ഫീൽ ചെയ്യും. എന്താണ്? ദേ ആർ എക്സൈറ്റഡ് അബൌട്ട് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. അതൊരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. അറ്റ് ദ സെയിം ടൈം ബട്ട് സേഡ് ടു ലീവ് ദെയർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ബിഹൈൻഡ്. ഇപ്പൊ നമ്മൾ ഒരു സിറ്റിയിലേക്ക് മാറിപ്പോവാണ്. അപ്പൊ നമുക്കുള്ള ഒരു പോസിറ്റീവ് ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നിങ്ങൾ CUT എഴുതിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള എൻട്രൻസ് എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? നല്ലൊരു ക്യാമ്പസിൽ അഡ്മിഷൻ കിട്ടി. പോകുന്നതിന് നമുക്ക് സന്തോഷമാണ്. എന്താ? ഓ, പുതിയ കോളേജ്, പുതിയ ക്യാമ്പസ് ഒക്കെ എങ്ങനെയായിരിക്കും, ഹോസ്റ്റൽ കാര്യങ്ങൾ, അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മൾ സാഡ് ആയിരിക്കും. കാരണം എന്താണ്? നമ്മുടെ പാരൻസിനെ വിട്ടു പോവാണ്. ഇനി ആ ഫുഡും നമ്മുടെ റൂമും അതൊക്കെ വിട്ടു പോകുന്ന ഒരു സാഡ്നെസ്സും ഉണ്ടാവും. അപ്പൊ അതാണ് ആംബിവാലൻസ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്തായിരിക്കും ഇതിന്റെ ആൻസർ? ഇത് അസേഷന്റെ കറക്റ്റ് റീസൺ ആണോ ഇത് എന്ന് ചെക്ക് ചെയ്യണം. ഇത് വായിച്ചാൽ നമുക്ക് കിട്ടിയത് എന്താണ്? യെസ്, ഇവിടെ പറഞ്ഞ ആംബിഗ്വിറ്റിന്റെ ഡെഫിനിഷനും കറക്റ്റ് ആണ്, ആംബിവാലൻസിന്റെ ഡെഫിനിഷനും കറക്റ്റ് ആണ്. സോ ദ ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ആർ ട്രൂ. അല്ലേ? രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇനി സ്റ്റേറ്റ്മെന്റ് എന്റെ കറക്റ്റ് റീസൺ ആണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് റീസൺ ആർ. മനസ്സിലായോ? ഇതിന്റെ ആൻസർ എങ്ങനെ ചൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് വരും, അപ്പം ക്ലിയർ ആവും. ഓക്കെ, അപ്പം ഇത് ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കണം. അതുപോലെ തന്നെ എന്നോട് എന്തെങ്കിലും ഡേറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും മാറിപ്പോയതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണം. ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് നിങ്ങൾ അറിയിക്കുക. ദെൻ ഇംഗ്ലീഷ് ദിശ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും എന്താണ് പരിചയപ്പെടുത്തി കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം യൂണിവേഴ്സിറ്റീസിൽ ക്യാമ്പസിലേക്ക്, വലിയ വലിയ ക്യാമ്പസിൽ പഠിക്കും നിങ്ങൾ കേട്ടോ. ഇവിടെ അതായത് ഈ കാണുന്ന സെൽഫ് ഫിനാൻസ് കോളേജിലും അതുപോലെ തന്നെ ഈ ഇവിടെയുള്ള ഗവൺമെന്റ് കോളേജിലും ഒക്കെ നല്ല കോളേജസ് ആണ്. ഞാൻ ഒന്നിനെയും കുറ്റം പറയുന്നില്ല. പക്ഷേ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാന്ന് പറയുന്നത് അതൊരു ഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പോഷറാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, എനിക്ക് എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഇപ്പോഴും എനിക്കൊക്കെ സങ്കടമാണ്, അവിടെ പഠിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും പുറത്തു പോയി പഠിക്കണം. പുറത്തുള്ള കുട്ടികളുമായിട്ട്, പല ഭാഗത്തു നിന്നുള്ള കുട്ടികളുമായിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആവാം. അവരുടെ കൾച്ചർ എല്ലാം കൂടെ, നിങ്ങളുടെ കൾച്ചർ എല്ലാം കൂടെ മിക്സപ്പ് ആയിട്ട് നമുക്ക് നല്ലൊരു പേഴ്സണായിട്ട് മാറാം. നല്ലൊരു പേഴ്സണാലിറ്റി നമുക്ക് ഉണ്ടാവും അങ്ങനെ പഠിച്ചാൽ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാവരും നല്ലോണം പ്രിപ്പയർ ചെയ്യുക. നല്ല വലിയ വലിയ നല്ല യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പം നിങ്ങൾ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഇംഗ്ലീഷ് ദിശയെക്കുറിച്ച് എല്ലാവർക്കും സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, നിങ്ങൾ ജോയിൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മളിവിടെ എല്ലാ PYQസും നമ്മൾ ഡിസ്കസ് ചെയ്യും വിത്ത് എക്സ്പ്ലനേഷൻ. സോ നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് ഇനിയും കാണാം. ഇനിയും ക്ലാസ് ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അതുവരെ എല്ലാവർക്കും താങ്ക് യു.